ലൈഫ് സെറ്റ് ആവുമോ അതാണ് ചോദ്യം. ഞാൻ പേഴ്സണലി പറയാം, ഞാൻ കുറെ നെഗറ്റീവ് ആളാണ് പ്രോട്ടോടൈപ്പിനെ കുറിച്ച്. എന്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ കാണുന്ന എങ്ങനെയാ വെച്ചാൽ പ്രോട്ടോടൈപ്പിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ വല്ലതും സംഭവിക്കും തിരിച്ച് ഇറങ്ങി പോകും. അതായത് നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞാല് വേറെന്തോ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വലിയൊരു സംഭവം സൂപ്പർ ആവും. ആ ഒരു രീതിയാണ് ഞാൻ ഫേസ് ചെയ്തത്. കോഡിങ്ങിനെ പറ്റി ഒരു ബേസും ഇല്ലാത്ത ഒരാള് എങ്ങനെയാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കോഡിങ്ങിന് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഒരാൾ ഫസ്റ്റ് ആയിട്ട് ഒരു കാര്യം പഠിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ട് എഫോർട്ട് കിട്ടാൻ മാത്രമേ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. വന്നത് 6th വീക്കിന് മുമ്പുള്ള കാര്യമാണ്. യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണെന്നറിയില്ല, ശരിക്കും ചാറ്റ് എങ്ങനെ യൂസ് ചെയ്യാന്നറിയില്ല. പിന്നെ 6th വീക്ക് എനിക്ക് ഏകദേശം ഞാൻ 4 വീക്ക് ഒക്കെ എടുത്തു. 6th വീക്കിൽ ഡൗൺ ആയി. പിന്നെ നമ്മളെ ഒരു മാസം 6th വീക്കിൽ അതെ നെഗറ്റിവിറ്റി എന്നുള്ള സാധനം ഭയങ്കര. ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ ഫണ്ട് 50% ഡൗൺ പോയി. റിവ്യൂവേഴ്സ് നമ്മളെ ചാമ്പുവാണ് സത്യം ഇവര് കാരണം നമ്മളെ സൈഡിൽ നിന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ചില റിവ്യൂവേഴ്സിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതല്ല, ഇത് നമ്മൾ ചോദിക്കും, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കും. അപ്പൊ നമ്മൾ ഈ ഭാഗത്തിന്റെ റിവ്യൂർ നല്ല രീതിക്ക് എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ നമുക്ക് എനിക്ക് ഒരു വീക്ക് കൂടി ഇരിക്കാനുള്ള മോട്ടിവേഷൻ കൂടി കിട്ടി. ലാസ്റ്റ് ഫൈനലിൽ ഒരു അറ്റംപ്റ്റ് കൂടി ഞാൻ ചെയ്ത്. ഇനിയിപ്പം നടക്കൂലെന്ന് വിചാരിച്ചിട്ടുള്ള ചെയ്യുന്ന അറ്റംപ്റ്റ് ഞാൻ പോയി. ഓക്കെ, ആ സമയത്ത് ഞാൻ ക്ഷാമത്തെ ലീവാ. ക്ഷാമിനെ വിളിച്ചിട്ട് ഞാൻ കാര്യം എന്റെ ഉമ്മി ഉപ്പി ചോദിച്ചിട്ട് കാര്യമുള്ളൂ, ഈ മുടക്കുന്നതിന് കാര്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സെയിം ക്വസ്റ്റ്യൻ.